കഥാനായകൻ ഒരു ആക്സിഡന്റ് പറ്റുന്നിടത്ത് നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ആ ആക്സിഡന്റിലൂടെ അയാളുടെ അമ്മയും അച്ഛനും മരിച്ചു പോവുകയാണ്. അതോടൊപ്പം തന്നെ അയാൾക്ക് വലിയൊരു പ്രശ്നം കൂടെ സംഭവിച്ചിട്ടുണ്ട്, ഫേഷ്യൽ ബ്ലൈൻഡ്നസ്. അയാൾക്ക് മുമ്പിൽ കാണുന്ന മനുഷ്യരുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനൊപ്പം തന്നെ കേൾക്കുന്ന ശബ്ദങ്ങൾ ആരുടേതാണ് എന്നും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രശ്നവും അയാൾക്കുണ്ട്. ഈ ഒരു ഫേഷ്യൽ ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടീഷനിൽ നിന്നുകൊണ്ട് പിന്നീടുള്ള അയാളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് പറഞ്ഞു പോകുന്ന അയാളുടെ പിന്നീടുള്ള പ്രണയവും അയാൾ പ്രത്യേക സിറ്റുവേഷനിൽ ഒരു ക്രൈം വിറ്റ്നസ് ചെയ്യേണ്ടി വരികയാണ്. സാക്ഷി പറയാൻ മുഖം ഓർമ്മയില്ലാത്ത ആ സിറ്റുവേഷനിൽ നിന്നും ആ ക്രൈമിന് പിന്നാലെ പോകുന്ന അയാൾക്ക് സംഭവിക്കുന്ന പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമയാണ് പ്രസന്നവദനം. സുഹാസ്, പായൽ നഗ്നാഥ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സുഹാസിന്റെ പ്രധാന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് സിനിമ പൂർണ്ണമായിട്ടും മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു ഫേഷ്യൽ ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് എന്നെ ആദ്യം അട്രാക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ തുടങ്ങുമ്പോൾ കുറച്ച് നേരമൊക്കെ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവരെടുക്കുന്ന ടൈം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ രംഗങ്ങളൊക്കെ പേഴ്സണലി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അധികം സിനിമകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രശ്നമായതുകൊണ്ട് അത് അവർ അഡ്രസ് ചെയ്ത രീതിയും അതിൽ നായകൻ അത് പ്രസന്റ് ചെയ്ത രീതിയും ഒക്കെ അത്യാവശ്യം രസമുണ്ടായിരുന്നു. പിന്നെ നായിക വരുന്നതും അവരുടെ ഇടയിലുള്ള ചെറിയ കോൺഫ്ലിക്റ്റുകളും ഈ പ്രശ്നത്തോട് കണക്ട് ചെയ്ത് വരുന്നതും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് ക്രൈം ഉണ്ടാകുമ്പോൾ സിനിമ മൊത്തമായിട്ട് ഒരു ടേൺ എടുക്കുകയാണ്. ആ ഒരു ക്രൈമിനോടനുബന്ധിച്ച് പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ കുറെ കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലെയറിലേക്ക് പോകുന്നുണ്ട്. ഇന്റർവെല്ലോട് അടുപ്പിച്ച് വന്നിട്ടുള്ള ട്വിസ്റ്റുകളൊക്കെ ഗംഭീരമായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ വരെ പോയിട്ട് പിന്നെ അങ്ങോട്ട് സിനിമ ഒന്ന് ഡൗൺ ആവുന്നതായിട്ടാണ് തോന്നിയത്. ഈ ഒരു ക്രൈമും ബേസ് ചെയ്തിട്ട് പോകുമ്പോൾ ആ ഒരു ത്രില്ലർ മോഡ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പിന്നെ അങ്ങോട്ട് ഈ നായകന്റെ പ്രണയം ഇടയ്ക്ക് കടന്നു വരുന്നതും ഇതിന്റെ ഒരു വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ കയറി വന്നത് അത് സാധാരണ ഒരു ക്രൈം ത്രില്ലർ മാത്രമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് പലയിടത്തും. നായകന്റെ ഈ പ്രശ്നം ഇടയ്ക്ക് പലയിടങ്ങളിലായിട്ട് അവര് ചില എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴും അത് കുറെ കൂടെ നന്നായിട്ട് യൂസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ അത് അവർ യൂസ് ചെയ്ത രീതി കുറച്ച് ഇമ്മച്ചുവേർഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ സീക്വൻസുകൾ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ക്ലൈമാക്സ് നല്ലൊരു ഇമ്പാക്ട് കൊടുക്കാമായിരുന്നു. എന്നാലും മോശമാണെന്നൊന്നുമല്ല. എന്നാൽ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ അവർ കൊണ്ടുവന്ന ആ ഒരു പേസും ആ ഒരു കണ്ടന്റ് ക്വാളിറ്റിയും ലേശം മിസ്സാവുന്നതായിട്ട് ഫീൽ ചെയ്തു. പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള സഹാസിന്റെ പ്രകടനം നന്നായിട്ടുണ്ടായിരുന്നു. നായികയും നായകന്റെ കൂട്ടുകാരനും ഒക്കെ അത്യാവശ്യം ടെംപ്ലേറ്റഡ് റോൾസ് തന്നെയാണ്. അവർ അതിനുള്ളിൽ നിന്ന് തരക്കേടില്ലാതെ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഷെയ്ഡ് റോളുകളിൽ വന്നിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് തീരെ നന്നായിട്ട് ഫീൽ ചെയ്തില്ല. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പ്ലോട്ട്, ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലോട്ട് ഉള്ളതുകൊണ്ട് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ക്രൈം ത്രില്ലർ തന്നെയാണ്. വലിയ സസ്പെൻസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ട്വിസ്റ്റുകളൊക്കെ ചിലയിടത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ ഈ ഒരു വ്യത്യസ്തതയുടെ പേരിൽ തന്നെ വാച്ചബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിനോട് കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. നമുക്കിനി മറ്റൊരു വീഡിയോകളുടെ വീണ്ടും കാണാം. ബൈ.